ഹായ് ഹലോ എല്ലാവർക്കും സേതു സ്റ്റാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുവരെ കിട്ടിയ എല്ലാ നന്മകൾക്കും പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫുൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഒരുപാടുള്ള ഒരു കാർഡാണ്. അപ്പോൾ നമ്മളോടൊന്ന് യൂണിവേഴ്സ് പറയുന്നത്, ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. പല കാര്യങ്ങൾക്കും നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷേ നിങ്ങൾ അതിലെ ഒന്നും കേൾക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നിലേക്ക് പോവുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി. അത് ഏത് കാര്യങ്ങളിലായാലും ശരി, പൈസയുടെ കാര്യത്തിലായാലും അസുഖത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് കരിയറിലായാലും മറ്റുള്ള എന്ത് കാര്യങ്ങളിലായാലും ശരി തന്നെ, നിങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. പക്ഷേ നിങ്ങളെ പിന്നിൽ നിന്നും പലരും വിളിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രോമാസ് ഉണ്ടായി കാണാം, ഒരുപാട് വിഷമതകൾ ഉണ്ടായി കാണാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണാം. നിങ്ങളുടെ കരിയർ സ്റ്റക്കായി കാണാം, റിലേഷൻ സ്റ്റക്കായി കാണാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി സ്റ്റക്കായി പോയ അവസ്ഥകളുണ്ടാകാം. അപ്പോൾ ആ ഒരു ഡ്രോമ സിറ്റുവേഷനെയൊക്കെ അഭിമുഖീകരിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴിങ്ങനെ ഒരു ചിന്ത വരുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്ത. എന്തിലും എടുത്തുചാട്ടം നിങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങൾക്കത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരുപാട് അനുഗ്രഹമുള്ള ഒരു കാർഡ് കൂടിയാണ് ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാർഡ് കൂടിയാണ്. അതായത് നിങ്ങൾ കൂടുതലും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് എന്നത് കൂടിയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തിന് തുല്യമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടാകാം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ചുറ്റും നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ വീട്ടിലുള്ളവരാകാം, കുടുംബത്തിലുള്ളവരാകാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവരാകാം, അയൽക്കാരാകാം, ആരോ, അല്ലെങ്കിൽ റിലേഷനാകാം, അല്ലെങ്കിൽ ഭാര്യയാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡാകാം, മക്കളാകാം, ആരായാലും നിങ്ങളെ വട്ടം കൂടി നിന്ന് അല്ലെങ്കിൽ ചുറ്റും കൂടി നിന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത്, ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമുക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം നാനാ വഴിക്കിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ മരണത്തിന് തുല്യമായ ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മളെ കുടുംബപരമായാലും അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരായാലും എല്ലാവരും തന്നെ നമ്മളെ അങ്ങ് താഴെ തള്ളിയിട്ട് നമ്മളതായത് അടിച്ചമർത്തി അല്ലെങ്കിൽ നമ്മൾ വീണ് പോയ ഒരവസ്ഥയിലാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ പലർക്കും ഒരുപക്ഷെ അതുണ്ടാകാം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ലോ, ആ ഒരവസ്ഥയാണ് പലർക്കും എന്നാണ് ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്, ഇന്നത്തെ ഗൈഡൻസിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്കിതൊക്കെ ഹിൻറ്റുകളാണ്, അല്ലെങ്കിൽ ഓരോ വാണിങ്ങുകൾ നമ്മളെ കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് നിങ്ങളിൽ എത്തുന്നവർ പല ആൾക്കാരും എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാർഡിൽ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഈ വാണിങ്ങുകൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. നമുക്കിത് എംപ്രസിൻ്റെ കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പൈസയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് തീർച്ചയായിട്ടും പൈസയുടെ ഒരു
ഒരു ഷോർട്ടേജ് മാറി പൈസ വരുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ പല ആൾക്കാരും എല്ലാവരും ആകണമെന്നില്ല, ഒരുപാട് രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു എനർജി കൂടിയാണെന്ന് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വളരെയധികം സമ്പന്നതയിൽ നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജി കൂടി ഉണ്ടെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാകാം. നിങ്ങളെ ആരോ ഒരാളെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി കൂടിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം രഹസ്യങ്ങൾ ഉള്ള ഒരു ആളായിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഒരുപക്ഷെ അവരോട് സംസാരിക്കാനും പറയാനും ഒക്കെ ആയിരിക്കാം നിങ്ങളെ തേടിയുന്ന ഒരാൾ വരുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് നിങ്ങളെന്നാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്തതും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളുള്ളൊരു ദിവസമാണ് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷൻ, ഒരുപാട് പ്രഷർ, ഉറക്കമില്ലാത്ത അവസ്ഥ, രാത്രികളിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാതെയാകുന്നുണ്ട്. എന്തിനൊക്കെയോ കുറിച്ച് ആലോചിച്ചാണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണല്ലോ ഓരോ ദിവസവും മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. അത് പൈസ സംബന്ധമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അസുഖം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമുക്ക് പല അസുഖങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൂടി നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് പല ഡിപ്രഷൻ, അല്ലെങ്കിൽ പ്രഷർ, പല ഡ്രോമ സിറ്റുവേഷൻ, ശരീരത്തിനുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ശരീരം തടിച്ച് വരുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അതുപോലെ കണ്ണിന് ചൊറിച്ചിൽ അനുഭവപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു പ്രഷർ നിങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെൻ്റലി വളരെയധികം സ്ട്രെസ്സ് ഉള്ള ഒരു ദിവസം കൂടിയായിരിക്കാം പലർക്കും എന്ന്. ഒരുപക്ഷെ അത് ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉറക്കമൊഴിഞ്ഞിരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി കാണേണ്ടതായിട്ട് വരും. യാതൊരു റെസ്റ്റ് പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരും. അങ്ങനെയും ഇത്രയും വലിയ ഒരു സ്ട്രെസ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ജോലിഭാരം കൊണ്ട് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആകാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി നിങ്ങൾ റെസ്റ്റ് വേണം എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വേണം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ വീണ് പോകും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് കാണുന്നവരുണ്ട് എങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല റെസ്റ്റ് വേണം എന്നുള്ളത് കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എംപറർ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങളിന്ന് വളരെ രാജകീയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പം നമുക്കിവിടെ കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വളരെയധികം പ്രഷർ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ് പോയ ഒരു അവസ്ഥയാണ്. അതായത് ഒരുപാട് ചുറ്റും ആൾക്കാർ നിന്ന് നമ്മളെ വീഴ്ത്തിയ ഒരു അനുഭവമാണ്. മരണത്തിന് തുല്യമായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് പലരും ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം രഹസ്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫുൾ കാർഡ് പറയുന്നു, നിങ്ങൾ ലക്ഷ്യബോധമില്ലാതെ നടക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് എംപറർ എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് വളരെയധികം രാജാവായിട്ട് വാഴുന്ന ഒരാളാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, എല്ലാ ഭാഗവും ഒരേ രീതിക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളെ മറ്റൊരാൾ നിന്ന് ചതിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഒരു അപായപ്പെടുത്തിയ ഒരു എനർജി കൂടി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ആ ഒരു സാഹചര്യത്തിൽ പലരും നിങ്ങളെ വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. നിങ്ങൾ വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തില്ല, ഉറക്കമില്ലാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിച്ചത്.
തരുന്നത്. നിങ്ങൾക്കൊരു അസുഖം അല്ലെങ്കിൽ എന്തൊക്കെയോ വയ്യാഴികൾ ബുദ്ധിമുട്ടുകളായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് എന്തിനായിരിക്കാം, ഒരു പക്ഷേ ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ലീഡറാകാൻ, ഒരു നേതാവായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഒരു തലക്കനത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. അപ്പോൾ നമുക്കിത് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത നമുക്കത് നോക്കാം. അതായത് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഇത്രയും ഒരു സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നത്. എന്തിനു വേണ്ടിയായിരിക്കാം? പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചതികളും പ്രശ്നങ്ങളും വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലായിരിക്കാം. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ വീഴ്ത്തി, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാക്കി നിങ്ങളെ വീഴ്ത്തി, നിങ്ങൾ ലക്ഷ്യബോധമില്ലാതെ അലയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരാൾ കൂടെയുണ്ട്, ഒരു വെയിറ്റിംഗ് എനർജിയുണ്ട് കാണുന്നുണ്ട്. പിന്നെ രാജാവിനെ പോലെ ഇരിക്കാനായിട്ട് കുറച്ച് പേര് അല്ലെങ്കിൽ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള ജോലി മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, എവിടെയായാലും അതിൽ ഏറ്റവും കൂടുതൽ നന്നാക്കണം. ഞാൻ ചെയ്യുന്ന എന്ത് ജോലിയാണോ അത് ഏറ്റവും കൂടുതൽ മനോഹരമാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഞാൻ മാസ്റ്റർ ആകണം, അല്ലെങ്കിൽ എനിക്കതിനകത്ത് നല്ല ഒരാളാകണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പൈസ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ കൂടി എനിക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ രീതിയിൽ നിങ്ങൾ പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ താഴെ ഇടാനായിട്ട് ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഓരോ ദിവസവും ഓരോ ജോലിയും ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ മറ്റു പലരും നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഇടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും ജോലികൾ ചെയ്യുന്നതും, നിങ്ങളിങ്ങനെ ഇത്രയും നാൾ നിങ്ങൾ ലക്ഷ്യമില്ലാതെ അലയേണ്ടതായിട്ട് വന്നതും, താഴെ ഇങ്ങനെ വീണ് കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതും എല്ലാം ഒരു പക്ഷേ പൈസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ കൂടിയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് ഓരോരോ ഹിൻറ്റുകളാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, ഓരോ വാണിങ്ങുകളാണ്. ഇതൊക്കെ നമ്മളിപ്പം ഒരുപാട് പൊതുവായിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് റെസിനേറ്റ് ആയിട്ട് വരാം. ഈ കാർഡ് റീഡിങ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പ്രതികൂലമായി അവരെ ബാധിച്ചേക്കാം. അപ്പോൾ റെസിനേറ്റ് ആകുന്നുവെങ്കിൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല എനർജിയോടുകൂടി, നല്ല ആക്റ്റീവായിട്ട്, നല്ല ഉഷാറായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിനോടൊപ്പം തന്നെ കരിയറിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അവരുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയി തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.